Bismillahirrahmanirrahim. Ya ayyuhalladzina amanu taqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. Bismillahirrahmanirrahim. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. Bismillahirrahmanirrahim. Idza asy-syamsu kuwirat wa idza an-nujumu kadarat wa idza al-jibalu suyirat wa idza al-'isharu 'uttilat wa idza al-wuhushu hushirat wa idza al-biharu sujjirat wa idza an-nufusu zuwijat wa idza al-maw'udatu su'ilat bi ayyi dhanbin qutilat wa idza as-suhufu nushirat wa idza as-samaa'u kushitat. ബഹുമാന്യരായ സഹോദരരെ, ആദ്യമായി നിങ്ങളെ കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഇവിടെ രേഖപ്പെടുത്തുന്നു. നിങ്ങളെ കാണാൻ വന്നതായിരുന്നില്ല, യാദൃശ്ചികമായി നിങ്ങളെ കാണാൻ കഴിയുന്നു. അൽഹംദുലില്ലാഹ്, എന്നെ ക്ഷണിച്ചതിലുള്ള നന്ദിയും കൂടെ രേഖപ്പെടുത്തട്ടെ. നിങ്ങൾ വല്ലാത്ത ഒരു ഉത്കണ്ഠയോടുകൂടിയാണ് നോക്കുന്നത് എന്ന് തോന്നുന്നു. ഇനി എത്രയായിരിക്കും പറയാ, എത്ര സമയമെടുക്കും എന്നൊക്കെയാണോ നിങ്ങളുടെ ഉത്കണ്ഠ? 2 മണിക്കൂറൊക്കെ എനിക്കിഷ്ടം. പക്ഷേ 40 എനിക്ക് തന്നത്. അത് 35 ഒതുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മനോഹാരിതയാണ് ഖുർആനിലെ. ആശയപരമായി, ഭാഷാപരമായി പല നിലയിലും ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ലോകത്ത് ഇപ്പോഴടുത്ത് നടന്നിട്ടുള്ള 2 സംഭവങ്ങളിലേക്ക് ക്ഷണിക്കുക. അത് നമ്മൾ വെളിച്ചത്തെ സംബന്ധിച്ചാണല്ലോ പറയുന്നത്. വെളിച്ചത്തിന് വെളിച്ചത്തിന്റെ പ്രസക്തി എപ്പോഴാണ്? ഇരുട്ടുണ്ടാവുകയാണല്ലോ, അല്ലേ? നേരത്തെ പറഞ്ഞല്ലോ, സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, അത് വെളിച്ചം. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, അത് ഇരുട്ടാണ്. ഖുർആൻ ഇതിനെ 2 പറ്റിയും പറഞ്ഞിട്ടുണ്ട്. നൂറിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്, ളുലുമാത്തിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത എന്താന്ന് പറയോ? ഞാന് ഘോരം പ്രസംഗിച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ എനിക്ക് കിട്ടിയില്ലെങ്കിലോ അത് വിളിച്ചിട്ടാണ്. 2 പറ്റിയും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകത എന്താ? എങ്ങനെയാണ് ഖുർആൻ ആ 2 പദങ്ങളെയും ഉപയോഗിച്ചത്? അതാ ചോദ്യം. അന്നൂർ എന്നേ ഉപയോഗിച്ചിട്ടുള്ളൂ, അൻവാർ എന്ന് ഉപയോഗിച്ചിട്ടില്ല. ശരിയല്ലേ? ളുൽമത്തുൻ എന്നാണ് പറയുന്നത്. പക്ഷെ
ദുലുമാത്ത് എന്നാണ് ഉപയോഗിച്ചത് ഭൂരിഭാഗവും. എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ഇരുട്ടുകളെ ബഹുവചനമായി ഉപയോഗിച്ചിരിക്കുന്നു, പ്രകാശത്തെ ഏകവചനമായി ഉപയോഗിച്ചു. എന്തുകൊണ്ട്? വെളിച്ചം ഒന്നേ ഉള്ളൂ അല്ലേ? ആത്യന്തികമായി വെളിച്ചവും സത്യവും ഒന്നേ ഉള്ളൂ. പക്ഷെ ഇരുളുകൾ പലതും ഉണ്ട്. നമ്മളെ നാട്ടിൽ വെളിച്ചം പലതും ഉണ്ട് കേട്ടോ. നിങ്ങൾ ഏത് വെളിച്ച എനിക്ക് അങ്ങനെ ചോദിക്കാറുണ്ടല്ലേ? ആ പല വെളിച്ചങ്ങളും ഉണ്ട്. ഞാൻ അതിനെ പറ്റി അല്ല കേട്ടോ പറയുന്നത്, അതിന്റെ വിഷയമല്ലല്ലോ. ഏതായാലും ആ വെളിച്ചത്തിലെത്തണം, ഇരുളുകളിൽ നിന്ന് രക്ഷപ്പെടണം. രക്ഷപ്പെടാൻ പണിയെടുക്കണമെന്ന് ശരിയല്ലേ? വർസുഖ്നി എന്ന് പ്രാർത്ഥിക്കും. എവിടെ? ഇതെന്താ മിണ്ടാത്ത? എവിടെ? ഇടയിൽ ഇരുത്തത്തിൽ, ശരിയല്ലേ? എന്നിട്ട് നിങ്ങൾ ഖത്തറിൽ വന്ന് പ്രവർത്തിക്കും, ശരിയല്ലേ? എന്തിനു വേണ്ടി? റിസ്കിന് വേണ്ടി. അതിൽ തന്നെ മറ്റൊരു പ്രാർത്ഥനയുണ്ട്, വഹ്ദിനി. അതിനു വേണ്ടി എന്ത് ചെയ്തു? ഇതൊന്നും മിണ്ടാത്തെ. വർസുഖ്നി എന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ നാം ഒഴിഞ്ഞു വെച്ചു. വഹ്ദിനി എന്ന് പറഞ്ഞതിന് വേണ്ടി നാം എന്ത് ചെയ്തു? മാധവിക്കുട്ടിക്ക് അമലയാവുന്നതിന് വേണ്ടിയല്ല, മാധവിക്കുട്ടി സുറയ്യയാവുന്നതിന് വേണ്ടി 28 കൊല്ലം കഠിന പ്രയത്നം ചെയ്തു. നമ്മളോ? ഈ ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. അള്ളാന്റെ തൗഫീഖ് ഉണ്ടാവും. അല്ലാഹു വലിയുല്ലദീന ആമനൂ യുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ വല്ലദീന കഫറൂ ഔലിയാഉഹുമുത്-ത്വാഗൂതു യുഖ്രിജൂനഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ ഉലൈക അസ്ഹാബുൻ-നാരി ഹും ഫീഹാ ഖാലിദൂൻ. അല്ലാഹുവിന്റെ വലിയ താങ്ങും സഹായവും ഉണ്ടാവും. ഹിദായത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ 2 ഇരുളുകളെ സംബന്ധിച്ച് നിങ്ങളോട് സംസാരിക്കുകയാണ്. ഒരു ഇരുട്ട് കേരളത്തിൽ പ്രചണ്ഡമായി സംവദിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. ആർക്കും പറയാം. എ ജബ്ബാർ മാസ്റ്ററും എം അക്ബറും തമ്മിൽ നടന്നിട്ടുള്ള അത് എവിടുത്തെ ഇരുട്ടിനെ പറ്റിയാ പറഞ്ഞേ? കടലിലെ ഇരുളുകളെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ കേട്ടോ എന്നറിയില്ല. ടൈറ്റൻ, അത് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേൾക്കും, സത്യമല്ലേ? എന്നെക്കാളും കൂടുതൽ എഴുതുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന വീരന്മാരാണ്, വീരത്തികളാണ് എന്റെ മുമ്പിലുള്ളത് എന്ന സുബോധത്തോടു കൂടി തന്നെയാ സംസാരിക്കുന്നത്. ടൈറ്റൻ എന്താ നോക്കി പീഡിപ്പിക്കുന്നേ? അതെന്താ സാധനം? വെച്ചിട്ടില്ല. ടൈറ്റാനിക് അല്ല, ടൈറ്റൻ. ടൈറ്റനും ടൈറ്റാനിക്കും തമ്മിൽ ബന്ധമുണ്ട്. ഓക്കെ. മനുഷ്യന്മാരെല്ലായിടത്തും ടൂറ് പോയി, ഒക്കെ മടുത്ത് എല്ലാ സ്ഥലത്തും സന്ദർശിച്ചെന്നേ. 1 കൊല്ലം ജോലി ചെയ്യും, 2 മാസം, 10 മാസം ജോലി ചെയ്യും, 2 മാസം ടൂറും. ഇനി എവിടെയും സ്ഥലമില്ല. ആ 2 വീരന്മാർ, അല്ല 4 വീരന്മാർ പോയത് കടലിനടിയിലേക്കായിരുന്നു. എന്ത് കാണാനാ? ടൈറ്റാനിക് കാണാൻ. കന്നിയാത്രയിൽ മുങ്ങിപ്പോയ ടൈറ്റാനിക് കാണാനാണ് പോയത്. 2.5 മൈൽ 4 കിലോമീറ്ററിൽ അടിയിലെത്തിയപ്പോ അത് പൊട്ടിത്തെറിച്ചു പോയി. കോടീശ്വരന്മാരായിരുന്നു.
അതുകൊണ്ടൊന്നും ഫലം ലഭിച്ചില്ല. അവസാനം മക്കൾക്കും ലോകത്തിനും ഒരു ബോധി, മയ്യത്ത് കിട്ടിയ തരക്കേടില്ലായിരുന്നു എന്നാണ്. ആ മയ്യത്തുകളും ആ യാനവും ആ വാഹനവും തേടിപ്പോയ വാഹനത്തിന്റെ പേരാണ്, പറയൂ, ടൈറ്റൻ. അത് പൊട്ടിത്തെറിച്ചു പോയി. പിന്നീട് ആ ടൈറ്റൻ കിട്ടാൻ വേണ്ടി വീണ്ടും പര്യവേക്ഷണം നടത്തി. ആ പര്യവേക്ഷണം നടത്തിയതിൽ ഇന്ന് ലോകത്തറിയപ്പെടുന്ന സമുദ്ര ഗവേഷകനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ടിം മാൾട്ടിൻ. നിങ്ങൾ ഗൂഗിളിൽ നിന്ന് അടിച്ചു നോക്കൂ, അദ്ദേഹത്തെ നിങ്ങൾക്ക് കാണാം. ടൈറ്റാനിക്കിനെ പറ്റിയൊക്കെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാനങ്ങനെ സെർച്ച് നടത്തിയ ആളൊന്നും അല്ലേ, നിങ്ങൾ നടത്തണം എന്നാ പറഞ്ഞേ. ഒരത്ഭുതം സംഭവിച്ചിരുന്നു. അദ്ദേഹം ആഴിയുടെ അകത്തളങ്ങളിൽ സന്ദർശിച്ച് അവിടുത്തെ കാഴ്ചകൾ കണ്ട് തിരിച്ചു വന്നുകൊണ്ട് മുസ്ലിം അല്ലാത്ത, അല്ലാഹുവിന്റെ ഖുർആൻ കാണാത്ത ആ വലിയ ബുദ്ധിജീവിയായ ഗവേഷകൻ ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞു, You can't see your hand in front of your face. ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, അതിൽ നിന്ന് ഒരു കഷ്ണം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. ഇത് കേട്ടപ്പോ എനിക്ക് സുജൂദ് ചെയ്യണം എന്ന് തോന്നി. നേരത്തെ സുലൈമാൻ മദനി പറഞ്ഞില്ലേ, മൂസാ നബിയുടെ വടി. നമ്മക്ക് എന്തുകൊണ്ട് വടി തന്നില്ല? നമ്മക്ക് വടി വേണ്ടേ? നമ്മളെ നബി എന്തുകൊണ്ട് മരിച്ചവരെ ജീവിപ്പിച്ചില്ല? അതും വേണ്ടേ? നമുക്ക് ഇതുപോലെ പറയൂ, എന്ത്? ഒന്ന് പറയൂ ഒച്ചത്തിൽ. അല്ലാഹുവിന്റെ ഖുർആൻ. അദ്ദേഹം ആ പറഞ്ഞത് കേട്ടപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള കേരളത്തിൽ ചർച്ചയായ ആ ആയത്താണ് എൻ്റെ മുമ്പിലേക്ക് വീണ്ടും വന്നത്. ഔ കദുലുമാതിൻ ഫീ ബഹ്രിൻ ലുജ്ജിയിൻ ബഹ്രിൽ ലുജ്ജിയിൻ യഗ്ശാഹു മൗജുൻ മിൻ ഫൗഖിഹി മൗജ് മിൻ ഫൗഖിഹി സഹാബ് ظلماتٌ بعضها فوق بعض إذا أخرج يده لم يكد يراها. അവിടുത്തെ ഇരുട്ട് എത്രമാത്രം കഠിനതരമാണ്. إذا أخرج يده പറയും ലം യകദ് യറാഹാ. അതാണ് ആര് പറഞ്ഞേ? ടിം മാൾട്ടിൻ എന്ന് പറയുന്ന ഗവേഷകൻ. അള്ളാഹുവിന്റെ ഖുർആൻ കാണാത്ത ആ മനുഷ്യൻ അള്ളാഹുവിന്റെ അക്ഷരത്തെ അങ്ങനെ തന്നെ ലോകത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കുമ്പോ ഇനിയും നമ്മൾ അമാന്തിച്ച് കാത്തിരിക്കണം. അള്ളാഹിന്റെ ഖുർആനിന്റെ വിനീത പഠിതാക്കളാകുന്നതിന് വേണ്ടി ഇനിയും നമ്മൾ കാത്തിരിക്കണം. എന്നെ കേൾക്കുന്ന മുഴുവൻ ആണിനോടും പെണ്ണിനോടും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ചോദിക്കുക. മറ്റൊരു സംഭവമുണ്ട്. ആ സംഭവം കഴിഞ്ഞ മാസമാണ്. മറ്റത് കഴിഞ്ഞ വർഷമാണെങ്കിൽ ഇത് കഴിഞ്ഞ മാസം. അത് ഇപ്പൊ ട്രെൻഡിങ് എന്താ? കയാക്കിംഗ്, ട്രക്കിംഗ്. അതല്ലേ ട്രെൻഡിങ് അല്ലേ? ചങ്ങായിമാരെ വെറുതെ പോകാൻ നിൽക്കരുത്, കാട്ടുകൂടിയൊക്കെ. കഴിഞ്ഞ മാസം ഞാനൊരു കല്യാണം കഴിച്ചു കൊടുത്തിട്ട് അവന്റെ ആദ്യ ഭാര്യയെ ആന ചവിട്ടി കൊന്ന അവൻ മധുവിധു ആഘോഷിക്കാൻ പോയതായിരുന്നു. പോയിക്കോളും, അഡ്രസ്സൊക്കെ പുറയിലൊക്കെ കൊടുത്തിട്ടേ പോകാവേ, ശ്രദ്ധിക്കണം. ഇനി ചിലിയിൽ നിന്ന് ഒരു സഹോദരൻ, അവൻ 24 വയസ്സേ ഉള്ളൂ, അവനും പോയി കടലിൽ
അവന്റെ വാഹനത്തിൽ ഉല്ലാസയാത്രക്ക് പോയതാണ്. അവന്റെ കൂടെ അവന്റെ അച്ഛനും ഉണ്ടെന്ന്. രണ്ടുപേരും ഒന്നിച്ച് കടലിലൂടെ ഉല്ലാസയാത്ര. അച്ഛ ഫോട്ടോ പിടിക്കണേ. അച്ഛൻ മകന്റെ ഫോട്ടോ എടുത്തുകൊണ്ടേയിരിക്കുക, വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുക. സഡൻലി ഒരു തിമിംഗലം ഉയർന്നു വന്ന് അവന്റെ യാനത്തെയും അവനെയും ഒന്നിച്ച് വിഴുങ്ങിക്കളഞ്ഞു. നിങ്ങൾ കേട്ടിരുന്നോ? ഇതെന്താ മിണ്ടാത്ത? കേട്ടിക്കെങ്കിൽ ഉണ്ട്. അല്ല ഇട്ടുണ്ടോ? എന്ത് തോന്നി? അന്നേരം സുജൂദ് ചെയ്യണ്ടേ? കാരണം അല്പനിമിഷങ്ങൾക്ക് ശേഷം ആ കുട്ടിയെ തിമിംഗലം പുറത്തേക്ക് തള്ളി തുപ്പി വിസർജിച്ചു, അല്ലെ പുറത്തേക്ക് തട്ടി. അവൻ ജീവനോടെ തിരിച്ചു വന്നു. ലോകത്ത് ഇങ്ങനെ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ലോകത്ത് ഇങ്ങനെ ഒരു ചരിത്രം മാത്രമേ ഉള്ളൂ. അന്ന് എന്നെ സുല്ലമിൽ വെച്ച് എന്റെ ഉസ്താദ് ആയത്ത് ഓതി തരുമ്പോ എനിക്ക് മനസ്സിലൊരു സംശയം ഉണ്ടായിരുന്നു. എന്റെ റബ്ബേ, തിമിംഗലം വിഴുങ്ങിയാൽ ആ കുട്ടി പിന്നെ ജീവിക്കുമോ എന്ന ഒരു സംശയം ഉള്ളിന്റെ ഉള്ളിലൊക്കെ ഉണ്ടായിരുന്നു. ഈ സംഭവം അറിഞ്ഞപ്പോ, ലോകത്ത് അങ്ങനെ ഒരു സംഭവമേ ഉള്ളൂ. രണ്ടാമത്തെ ഒരു സംഭവം മാത്രമാണ് ലോകത്ത് ഉണ്ടായിട്ടുള്ളത്. അത് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കണ. റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞിട്ടുള്ള ഓരോ അക്ഷരവും ശരിയാണെന്ന് ആ അല്ലാഹുവിന്റെ ഖുർആനിന്റെ മുമ്പിൽ ഇരിക്കണമെന്ന്, അതിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ അതിന്റെ ആശയം എന്ത് എന്ന് അറിയണമെന്ന് ബഹുഭാഷാ പണ്ഡിതന്മാരായി വിരാജിക്കുന്ന നമ്മളോട് റബ്ബുൽ ഇസ്സത്ത് സംസാരിക്കുക ആ സംഭവത്തിലൂടെ. സുബ്ഹാന റബ്ബി ഇന്നി കുന്തു മിനൽ ളാലിമീൻ. സൂറത്ത് സ്വാഫാത്തിലല്ലേ അത് പറഞ്ഞിട്ടുള്ളൂ. മറ്റൊന്ന് അതല്ല, മറ്റൊന്ന്. فالتقمه الحوت وهو مليم فلولا أنه كان من المسبحين للبث في بطنه إلى يوم يبعثون. നിരാശൊന്നും വേണ്ട. നമ്മളെ പുസ്തകവുമായിട്ട് ഖത്തറിന്റെ ഓരോ വഴികളിലൂടെയും നടക്കണം. ആ ഖുർആനിന്റെ വെളിച്ചത്തിന്റെ പുസ്തകങ്ങൾ എല്ലാവർക്കും കൊടുക്കണം. നിരാശയുടെ ഒരു ലാഞ്ചന പോലും ഉണ്ടാവണ്ട. ഉണ്ടായാലേ മഹാ അപകടത്തിന്റെ വായിൽ നമ്മളും അകപ്പെടും. നിരാശയില്ലാതെ മുന്നോട്ട് പോയാൽ, സജീവമായി പ്രവർത്തന മണ്ഡലത്തിൽ നമ്മൾ നിറഞ്ഞു നിന്നാൽ ഏതൊരു മരണവക്രത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടും എന്ന് റബ്ബ് നമ്മെ പഠിപ്പിക്കുക. അത് പഠിപ്പിക്കാനാണ് ഈ സംഭവം നമ്മുടെ മുമ്പിൽ പടച്ചു തമ്പുരാൻ വരച്ചു കാണിച്ചത്. ആ രണ്ട് സംഭവങ്ങൾ വലിയ ഒരു ആശയ അത്ഭുതമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ്. നേരത്തെ പറഞ്ഞതിനോട് ചേർത്ത് വെക്കട്ടെ, ഖുർആനിന്റെ പ്രത്യേകത അത് ദിക്റാണ്. ഖുർആൻ എന്താകുന്നു പറയും? ദിക്റാണ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഓർമ്മയാണ്. ഓർമ്മകളിലാണ്, ഓർമ്മക്ക് വേണ്ടിയാണ്.
ഓർമ്മ നിലനിൽക്കുന്നതിന് വേണ്ടിയാണ്. മറവിണ്ടാവില്ല മോനെ. നേരത്തെ മദനി പറഞ്ഞു, നാമല്ലേ നിനക്ക് ഓതി തരുന്നത്, അത് ഓർമ്മകളിലല്ലേ വേണ്ടത്. ലോകത്തിന്റെ ഇതിന്റെ പ്രശ്നം എന്താ? മറവിയാണെന്നേ, മറവിയ. ഞാൻ വരുമ്പോ എന്റെ എളാപ്പയോട് ചോദിച്ചു, അല്ല എളാപ്പ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതാരാ? പൊന്നുമോന. പറഞ്ഞില്ല അദ്ദേഹം. പൊന്നുമോനെ ചൂണ്ടിക്കൊണ്ട് അബ്ദുള്ള ചിയാപ്പയോട് ഞാൻ ചോദിച്ചു. ഫാറൂഖിയെ ചൂണ്ടിയത് അദ്ദേഹത്തിന് അറിയാം. ഒരു മോനേ ഉള്ളൂ, അവൻ ഗൾഫിൽ നിന്ന് വന്നതാ. എളാപ്പ എന്റെ മുഖത്ത് നോക്കി ദയനീയമായി ചിരിച്ചു. അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നില്ല. അതിപ്പോ ആരാണ്? നീ പറ. സങ്കടം കൊണ്ട് എനിക്ക് വിഷമായിട്ടോ. ആരാന്ന് പറയാൻ കഴിയുന്നില്ല. തന്റെ രക്തത്തിൽ പിറന്ന പൊന്നുമോൻ, ഏകമകൻ, ഗൾഫിൽ നിന്ന് വന്ന ആ മകനാരും ചൂണ്ടിക്കൊണ്ട് പറയാൻ കഴിയാത്ത ദയനീയമായ അവസ്ഥയിലാണ് അദ്ദേഹം. ഇന്നിന്റെ വിഷമം എന്താ പറയേ? മറവിയാണ്, മറവിയാണ്. എന്റെ കൂട്ടുകാരൻ സാറ് 30 കൊല്ലത്തോളം ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തു കൂനൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ. അവൻ ദിവസവും രാവിലെ ഓഫീസ് റൂമിൽ വന്ന് രജിസ്റ്റർ എടുത്ത് ഒപ്പിടും. ഒരു സുപ്രഭാതത്തിൽ അവൻ വന്നു എന്നോട് ചോദിച്ചു, അബ്ബാസേ, നമ്മളെ ഓഫീസ് റൂം എവിടെയാ? അവൻ അറിയില്ല, മറന്നു അവൻ. എന്റെ സ്കൂളിലെ സാറിന്റെ ഉപ്പ മിക്സി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ അതിൽ കൈയിട്ടു. അത് മിക്സിയാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. മറ്റൊരു സഹോദരൻ, ഒരുപാട് 10 ആളുകൾ എന്റെ അനുഭവത്തിലുണ്ട്. അദ്ദേഹം ബെഡിൽ തന്നെ 1ഉം 2ഉം കാഷ്ടിച്ചു വെച്ചു. എന്നിട്ട് തിരിഞ്ഞിരുന്ന് അത് ഭക്ഷണമാകുന്നു എന്ന് ചിന്തിച്ചു. അതുപോലുള്ള മാരകമായ അവസ്ഥകളിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും മക്കളെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ലേ? കാര്യമില്ല. ഞാൻ പ്രാർത്ഥനയെ ചെറുതാക്കുന്നില്ലേ? പ്രവർത്തിച്ചിട്ട് പ്രാർത്ഥിക്കണം. ഒരു മരുന്നുണ്ട്, അല്ല ഒരു മരുന്നേ ഉള്ളൂ. പറയൂ. نحن نزلنا الذكر وإنا له لحافظون. إنا نحن نزلنا الذكر. എങ്ങനെ വേണ്ടിയ പറയും? ആയിക്കോട്ടെ, നിങ്ങൾ പരിശോധിച്ചോളൂ. ഞാനത് ഓർക്കാതെ ഇപ്പോഴും വന്നതാ. നമ്മളാ ദിക്റിനെ ഇറക്കിയത്. നമ്മളതിനെ കാത്തുവെക്കും, നശിക്കാതെ കാത്തുവെക്കും. ഒരേ ഒരു മരുന്നേ ഉള്ളൂ. ഈ അൽഷിമേഴ്സ് എന്ന് പറയുന്ന അഭൂതപൂർവമായി കൂട്ടിക്കൊണ്ടിരിക്കുന്ന രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു മരുന്നേ ഉള്ളൂ. അത് ഓർമ്മകളെ നിലനിർത്തുന്ന അല്ലാഹുവിന്റെ കലമാണ്. എന്തറിയാം? എനിക്ക് വല്ലസർ അറിയാം, പിന്നെന്തറിയാം? ഇന്നാമത്തിനൊക്കെ അറിയാം, പിന്നെ കുല്ലു അല്ലാഹു അറിയാന്നേ. പിന്നെയോ കുല്ലഅഊദു ഫലഖ് അറിയാം, തർക്കമില്ല. മഗ്രിബിന് ഇന്നാമത്തിനാക്കെയും കുല്ലു അല്ലാഹു, എശക്ക് പിന്നെ കുല്ലു അല്ലാഹു ഇന്നാമത്തിനാക്കെയും. നിങ്ങൾ എന്നോട് ഇപ്പോൾ 25 ഫോൺ നമ്പറുകൾ ചോദിച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞു. കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? കൈകോക്ക്.
സ്വന്തം ഓൾ നമ്പർ ഓർമ്മയുണ്ടോ? ഓർമ്മിക്കണേ ചങ്ങായിമാരെ. അപകടം പറ്റിയ ഓളെ വിളിക്കണത് വീട് കിടക്കുമ്പോ പറയണ്ടേ? ഓർമ്മകൾ നശിക്കരുത്, ഓർമ്മകളിലുണ്ടായിരിക്കണം അല്ലാഹുവിന്റെ ഖുർആൻ. മരിക്കുന്നതിന്റെ മുമ്പ് എനിക്കൊരു ജുസ്അ്, 5 ജുസ്അ്, 10 ജുസ്അ് എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ എടുക്കണേ. എനിക്കൊരു 10-20 ഉണ്ട് എന്നെ വാദം. ഞാൻ ചെല്ലിക്കരുത് കേട്ടോ. ഇവിടെ വന്ന് ഞാൻ ദൗറ ചെയ്തു ആലി ഇമ്രാൻ 10 ദിവസം കൊണ്ട്. അൽഹംദുലില്ലാഹ് സൂറത്തുൻ നിസാ പകുതി ഞാനാക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹിന്റെ ചാരത്തടയുന്നതിന്റെ മുമ്പ് ആ കലാമിനെ എൻ്റെ ഹൃദയത്തിലേറ്റണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങളോട് എനിക്ക് പറയാനുള്ളേ, അതിന്റെ മുമ്പിലെങ്ങാനും ഇരിക്കാതെ, നേരത്തെ പറഞ്ഞില്ലേ ഞാൻ ഓതാൻ വിചാരിച്ച ആയത്തുകളൊക്കെ സുലൈമാൻ മദനിയും അതേപോലെ തന്നെ ടീച്ചർ ഓതി കഴിഞ്ഞു. إن هو إلا ذكر للعالمين لمن شاء منكم أن يستقيم وما تشاءون إلا أن يشاء الله رب العالمين. എങ്ങോട്ടാ പോണേ? ഞാൻ ട്രക്കിങ്ങിന് പോവുക. നീ എങ്ങോട്ടാ പോണേ? ഞാൻ കയാക്കിങ്ങിന് പോവുക. നീ എങ്ങോട്ടാ പോണേ? ഞാൻ നമ്മളെ ബത്തേക്ക് പോവുക. ബത്തല്ലായിരുന്നു നിങ്ങളെ പെടുത്ത പേര്. അന്നാ കോർണിഷിലേക്ക് പോവുക. എങ്ങോട്ടാ പോകുന്നേ? പാർക്കിലേക്ക് പോവുക. അങ്ങനെ എന്തെന്ത് ഉത്തരങ്ങൾ. ഇനിയൊരു ഉത്തരം, ഞാൻ അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കാൻ പോവുക. ഈ ഉത്തരങ്ങൾ പറയാതെ കണ്ട് ഇനിയൊരു ഇഞ്ചു മുന്നോട്ട് പോകണ്ട. എന്തുകൊണ്ട്? ലിമൻ ശാഅ മിൻകും അൻ യസ്തഖീം. എല്ലാ കാര്യങ്ങളും സുഗമമാവണം, സന്തോഷപ്രദമാവണം, നേരെ ചൊവ്വയാവണം എന്ന് ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അവനൊക്കെ ഈ ഉത്തരം പറയണം. അവന്റെ കുടുംബം, അവന്റെ മക്കൾ, അവന്റെ സാമ്പത്തികം, അവന്റെ ശാരീരികം, അവന്റെ മാനസികം എല്ലാം നേരെ ചൊവ്വയാവണം എന്ന് ആഗ്രഹിക്കുന്നുവോ എങ്കിൽ ഈ ഉത്തരം പറയണം. ഖുർആൻ പഠിക്കാൻ പോകുകയാണ്. وَمَا تَشَاءُونَ إِلَّا أَن يَشَاءَ اللَّهُ رَبُّ الْعَالَمِينَ. അള്ളാന്റെ മഹത്തരമായ അനുഗ്രഹമാണ് കേട്ടോ. എന്നോട് ചോദിച്ചു എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്താ? വലിയ വീട്, വലിയ വാഹനം, നല്ല ജോലി, നല്ല സമ്പൽ സമൃദ്ധി. നിങ്ങൾ കാണുമ്പോൾ ഒന്നല്ല, നമ്മൾ ഹെൽത്തി ആൻഡ് വെൽത്തി. മനസ്സിലായില്ലേ? അതൊന്നല്ലട്ടാ. അള്ളാഹിന്റെ ഖുർആൻ കേട്ടാൽ മനസ്സിലാവുന്ന അത്യുത്തമായ, ഉത്കൃഷ്ടമായ, അന്യാദർശമായ അനുഗ്രഹത്തിന്റെ ഉടമയാണ് ഞാൻ. അവിടെ എത്തണം. അതുകൂടി അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ലോകത്തിന്റെ വിഷയം എന്താ? രോഗങ്ങൾ മാത്രമല്ല, മാനസികവും ശാരീരികവുമായ രോഗങ്ങൾ മാത്രമല്ല. ഇന്ന് മൊത്തം ചർച്ച എന്താ? പറയാം. 35 നിർത്തണല്ലേ? ഇന്ന് മൊത്തം ചർച്ച എന്താ? പറയൂ. ആർക്കും പറയാം. അതിന്റെ മോനങ്ങനെ ആവുമെന്ന് വിചാരിക്കല്ലേ? ഞാൻ പറഞ്ഞു കേട്ടില്ല. നിന്റെ പ്രശ്നം എന്താ? ഇന്ന് ലോകം ചർച്ച ചെയ്യുന്നത് എന്താ? യൗമുൽ ഖിയാമത്തിനെ പറ്റിയാണ്. എന്ത് സംശയം? ലോകാവസാനത്തെ പറ്റിയാ ചർച്ച. പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അതാ ചർച്ച.
ഇനി നമുക്ക് തിരിച്ചു പോകാനായിട്ടുണ്ട്. എന്തൊക്കെയായി ഇപ്പം പുതിയ പുതിയ പ്രശ്നങ്ങളിൽ അടിപ്പെട്ടിരിക്കുന്നു. അൽനിനോ, മേഘവിസ്ഫോടനം, സൂര്യാഘാതം, സൂര്യതാപനം, പിന്നെ ഉരുൾപൊട്ടൽ, മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നത് തന്നെയല്ലേ. നിങ്ങൾക്ക് യൗമുൽ ഖിയാമത്തിനെ കാണണമെങ്കിൽ 3 സൂറത്തുകൾ ഓതുക. സൂറത്തു തക്വീർ, വസൂറത്തുൽ ഇൻഫിതാർ, വസൂറത്തുൽ ഇൻശിഖാഖ്. അല്ലാഹുവിന്റെ റസൂൽ ശരിക്കും ISROന്റെ ആളുകൾ മാത്രമല്ല, അങ്ങ് നാസയിലെ ആളുകളും, ഇനി വേണമെങ്കിൽ നമ്മുടെ ISROയിലെ ഇപ്പോഴത്തെ കേരളീയനായ അതിന്റെ ഡയറക്ടറും ഒക്കെ പറഞ്ഞിട്ടുള്ളത് അടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. സ്റ്റീഫൻ ഹോക്കിൻസ് എന്ന് പറയുന്ന ഈ നൂറ്റാണ്ടിന്റെ വലിയ ബുദ്ധിജീവിയോ ശാസ്ത്രജ്ഞനോ അയാൾ പറഞ്ഞത് തന്നെയാണ്. ചർച്ച ചെയ്യപ്പെടുന്നത് അത് തന്നെയാണ്. ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. ഒന്നാമത് സൂര്യനാണ് പ്രശ്നം ഉണ്ടാവുക എന്ന ഉപരിലോകത്ത് നിന്ന് എന്തൊക്കെയാ വീഴുന്നത്? കത്തിത്തീർന്ന നക്ഷത്രങ്ങളോ മാസുകളോ ഉൽക്കകളോ നെബുലകളോ എന്തൊക്കെയോ വരുന്നു പോലും. പർവ്വതങ്ങളൊക്കെ നീക്കപ്പെടുക. JCBന്റെ കൈ മാത്രമൊന്നും അല്ല കേട്ടോ, അല്ലാതെയും. തോടല്ലേ, ക്രൂയിസറാ, ഓടിയ, പിന്നെ ഇവിടെ നമ്മുടെ അന്നപ്പോ വലിയ വാഹനങ്ങളൊക്കെ കാണുന്നത്. ഇതിന്റെ പേരൊന്നും എനിക്ക് ഇങ്ങോട്ട് അറിയില്ലേ. ഇസ്രായേലുള്ള ആളുകൾ ഇട്ട് ഓടുകയാ, കണ്ടില്ലേ നിങ്ങള്? ഇന്നലെയും ഇന്നും കാണുന്നില്ലേ? ഓടുക. അന്നത്തെ വലിയ ഓടിയാണെന്ത്? 10 തികഞ്ഞ ഒട്ടകം. ഓടുകല്ലേ. കേരളത്തിന്റെ പ്രശ്നം എന്താ പറയും? പന്നി. നിങ്ങൾ എന്തെങ്കിലും നോക്കുന്നേ, എന്താ ഉത്തരം പറയാതെ? ആനയല്ലേ കാട്ടാന നാട്ടിലിറങ്ങി എത്ര ആളുകളെയാ കൊന്നത്? കടുവ തീർന്നു എന്നാ എല്ലാവരും പറഞ്ഞു. വയനാട് ചുരത്തിൽ 2 കടുവകളെ കണ്ടിട്ടുണ്ട്. 9ാം വളവിലും കണ്ടിട്ടുണ്ട്, 2ാം വളവിലും കണ്ടിട്ടുണ്ട്. പേടിക്കണ്ട, നിങ്ങളൊക്കെ തെക്കൻ ജില്ലയിലെ, ഞങ്ങള് നാട്ടിലാ, നിങ്ങൾ പേടിക്കണ്ട. കൊറോണ പോലുള്ള ഭീകര ജീവികൾ വലുപ്പച്ചെറുപ്പല്ലല്ലോ പ്രശ്നം. മനുഷ്യനെ മുഴുവനും അടക്കി നിർത്താൻ, അവനെ തടഞ്ഞു നിർത്താം, അവനെ അടുക്കളയിൽ ബന്ധിക്കാൻ കഴിഞ്ഞില്ലേ? വന്യമായതൊക്കെ, വന്യജീവികളൊക്കെ പുറത്തു ചാടും. പന്നിയും കുരങ്ങും മയിലും പാമ്പും. ഇന്നലെ പാമ്പ് വന്ന് നിങ്ങൾ കണ്ടില്ലേ? എവിടെയാ വന്നത് പറയും? ഓട്ടോറിക്ഷ ഓടിക്കുമ്പോ ഡ്രൈവറെ കഴുത്തില്. എന്താ ഈ പാമ്പിന്റെ ഒക്കെ കളി? വല്ലാത്ത കളിയാ, ഭീകരമാണ് അവസ്ഥകൾ. എല്ലാ മിത്രകീടങ്ങളും നമ്മളിൽ നിന്ന് ഹിജറ പോവുകയാണ്. മണ്ണിരയെ കാണാനില്ല, ഒരു ഹിജറ പോയിക്ക്, മനസ്സിലായില്ലേ നിങ്ങൾക്ക്? പക്ഷെ തേളും കുരുടിയും പാമ്പും അവിടെ ഉണ്ടെന്ന്. മിത്രങ്ങളൊക്കെ പോയി, ശത്രുക്കളൊക്കെ കൂടുകയാണ്. കടലുകൾക്ക് ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ ആള് ഇവിടെ ഉണ്ട്. മോള് പറഞ്ഞതേ കുറച്ച് മത്തി കൊണ്ടുപോകാൻ തരക്കേടില്ല. എന്താ കാര്യം? മത്തി കിട്ടാനില്ല. മത്തിയുള്ള മേഖലകളിൽ
കരയോട് സമീപസ്ഥമായ കടലിന്റെ വെള്ളത്തിന് ചൂട് കൂടിയത് കൊണ്ട്, ക്രമാതീതമായ ചൂട് കൂടിയത് കൊണ്ട് മത്തി കടലിൽ നിന്ന് ഹിജറ പോയിരിക്കുന്നു. അതുകൊണ്ട് പണ്ടത്തെ മത്തി ഇപ്പൊ കിട്ടുന്നുണ്ടോ? കിട്ടലുണ്ടോ? ഖത്തറിൽ കിട്ടലുണ്ടോ? ഉണ്ടല്ലേ? ഹിജറ പോയി. വേറെ ചില ജീവികൾ വന്നിട്ടുണ്ട്. ഒരു കറുത്തിട്ട് കണ്ട പേടിയില്ല. ആഴിയുടെ അകത്തളങ്ങളിൽ ആഴങ്ങളിൽ മാത്രം ജീവിക്കുന്ന ചില ജീവികൾ കരയിലേക്ക് വന്നിട്ടുണ്ട്. കരയുടെ അടുത്ത് സമീപസ്ഥമായി ഇപ്പം വലയിൽ കുടുങ്ങിയിട്ടുണ്ട്. നിങ്ങളതൊക്കെ വായിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വഇദൽ ബിഹാറു സുജ്ജിറത് വഇദൻ നുഫൂസു സുഫിജത്. എല്ലാ കച്ചറക്കാരും ഒത്തുക്കെട്ടോ. മയക്കുമരുന്ന് മാഫിയകളൊക്കെ എന്താന്ന് അറിയോ? ഒറ്റക്കെട്ട ഓരോടൊക്കെ കളിച്ചാണ്ടല്ലോ. ഇപ്പൊ മൊത്തം അങ്ങനല്ലേ പഠിക്കുന്നേ. നമ്മളെ നാട്ടിലൊക്കെ MA പഠിക്കുന്നവരുണ്ട്, MD പഠിക്കുന്നവരുണ്ട്. ചില കുട്ടികളൊക്കെ MDM പഠിക്കരുത്. നല്ല പഠന. പിന്നെ ഇടയ്ക്കൊന്ന് വിളിച്ചു നോക്കണേ. പോലെ എല്ലാവരോടും ആവും. എപ്പോഴെങ്കിലൊക്കെ ഒന്ന് വിളിച്ചു നോക്കണേ. ഇല്ലെങ്കിൽ ചിലപ്പോ കൊല്ലിയേ. കൊലയുള്ള കുറെ ആളുകളൊക്കെ കൊല്ലിയൊക്കെ കേട്ടില്ലേ? 5 ആളെ കൊന്ന ആ കുടുംബനാഥൻ നാട്ടിൽ കൂടുക. പക്ഷെ മൂപ്പര് 8 കൊല്ലായോ പോയിട്ട്. ഇപ്പൊ മൂപ്പര് പോവാൻ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ് എന്തിനു പോവുക ചങ്ങാതി? അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇടക്കിടക്കൊക്കെ ഒന്ന് പോണേ. ഇടക്കൊന്ന് വിളിച്ചു നോക്കണം. വല്ലാണ്ട് സ്നേഹിക്കുകയും ചെയ്യരുത് കേട്ടോ. ഒരു ചങ്ങായി സ്നേഹിച്ചു, ഓനിവിടെ ഭയങ്കര ശമ്പളമാണ്, പൈസ ഒക്കെ അയച്ചു കൊടുക്കുക. ഓന് പോകാൻ നേരമല്ലല്ലോ. ഇവിടെ തീരെ തിരക്കിന്റെ ഭയങ്കര ബിസിയാ. നമ്മുടെ ക്ലാസ്സിലൊന്നും വരാൻ സമയം തന്നെയല്ല. ഒരു പ്രവർത്തനങ്ങൾക്ക് മൂപ്പർക്ക് വരാൻ സമയമല്ല. അത്രയും ബിസിയ. പൈസ ഇങ്ങനെ ചാക്കില്ല നടക്കുക. അപ്പോ ഓള് സൽമാക്കിണ്ട്. അവിടെ 2 കോടിന്റെ 2.5 കോടിന്റെ വീട് അവള് കയറ്റിയിട്ടുണ്ട്. അവനൊക്കെ അയച്ചു കൊടുക്കുക. അവൻ വല്ല അവസാനം 8 കൊല്ലം 10 കൊല്ലം കഴിഞ്ഞു പോയി. നോക്കുന്നേരം അവിടെ വേറെ ഒരു ചെങ്ങായിട്ട് പോലെ. ഓള് വേറെ ആരോ പ്രേമിച്ചാണെന്ന്. ഓള് സുഖമായിട്ട് അവിടെ താമസിക്കുക. ഇപ്പൊ മൂപ്പര് തിരിച്ചിങ്ങോട്ടും പോകുന്നുകൂടാ. ഇവിടുന്നൊക്കെ ഹുറൂജടിച്ചു പോയതാ. അവിടെ നിൽക്കാനും കഴിയുന്നില്ല. മൂപ്പര് അയറാഫിൽ ഇടമുണ്ട്. എവിടെന്നെങ്കിലും കണ്ടാൽ കൂട്ടി ഇങ്ങോട്ട് കൊണ്ടുവരാണ്ടി കേട്ടാ. അതുകൊണ്ട് ഇടക്കിടക്ക് വിളിച്ചു നോക്കണം, പോയി നോക്കണം എന്നുകൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. ലഖദ് ത്വാല ഹാദൽ ലൈലു വസ്വദ്ദ ജാനിബു വആറഖനി അല്ലാ ഖലീലുൻ ഉലാഇബു ഫവല്ലാഹി ലൗലല്ലാഹി തഖ്ശാ അവാഖിബു ലഹറക ഹാദ സരീറു ജവാനിബു. ചുറ്റും കറുത്ത് തമോമയമാമിരുൾ മൂടുമികവിയിലേകാകിയാണു ഞാൻ. കൂട്ടിനു തോഴനില്ലായകയാലൻ മനക്കൂട് തുറന്നഹോ നിദ്ര പറന്നു പോയി. ഈശ്വരൻ സത്യമാണീശ്വര ശിക്ഷകളാശു മറക്കുകിലാടും കട്ടിലും. അവസാനം ഉമർ ചോദിച്ചു ആ പെണ്ണിനോട്, പെണ്ണേ അല്ല ആ പെണ്ണിനോടല്ല, സ്വന്തം പെങ്ങളോട്, എത്ര മാസം ഭർത്താവിന്റെ വിരവേദന നീ സഹിക്കും? അവള് പറഞ്ഞു 4 മാസം. ഹായ്, അത് നടക്കൂല, നീ കിട്ടൂല നമുക്ക്, ഇനി ഒന്നുകൂടി ഒന്ന് ഒപ്പിച്ചു പാവാ. അപ്പൊ അവള് പറഞ്ഞത്, ഫാത്തിമ ബീവി പറഞ്ഞത് 6 മാസം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. എനിക്ക് അവസാനിപ്പിക്കാൻ സമയമാണ്. ഞാനിനിയൊരു 1 മാസം കൂടി കൂടുന്നു. ഞാൻ എന്തിനും തയ്യാറാവുന്നു എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുക. 8-10 ഖുർആൻ ക്ലാസ്സുമായിട്ട് ഓടിയെടുക്കുന്ന ഞാനിപ്പോ മോളിൽ നോക്കിയപ്പോ കാണാം, അപ്പുറത്തും ചുമരും കാണാം. അങ്ങനെയുള്ളൊരവസ്ഥയിലുള്ള
അപ്പോ ഞാൻ എന്തിനും റെഡിയാകുന്നു എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുക. ഞാൻ സർവകലാ വല്ലഭനായതുകൊണ്ടൊന്നും പറയല്ല. എന്നെ കൊണ്ടാകുന്ന പണി ഈ റിട്ടയർമെന്റ് പീരീഡിൽ എന്തെങ്കിലും ചെയ്യണല്ലോ. റബ്ബിന്റെ അടുത്തേക്ക് പോകുമ്പോ എന്തെങ്കിലുമൊക്കെ അഞ്ച് ചാക്കിലും കൊട്ടയിലും ഒക്കെ നടക്കണല്ലോ എന്നുള്ള ബുദ്ധിയാണ്. അതുകൊണ്ട് ഖുർആനുമായി ബന്ധപ്പെട്ട എന്ത് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പിന്നെ ഒരു സുഖമുണ്ട് കേട്ടോ. ഇവിടെ വന്ന പറ്റിയ മനസ്സിലായത് നിങ്ങൾക്ക് 1 മണിക്കൂർ കൂടുതലാണല്ലോ. നമ്മളെ നാട്ടിൽ 1 മണിക്കൂർ കുറവാ, നിങ്ങൾക്ക് 1 മണിക്കൂർ കൂടുതലാണ്. അപ്പൊ ഇവിടെ വന്ന പറ്റി മനസ്സിലായി. കാരണം നാട്ടിൽ നിന്ന് ഞാന് 4-4:30 മണിക്കൊക്കെയാണ് എഴുന്നേൽക്കല്. എന്നാലും നേരം വെളുക്കൂലെന്നെ. ഇവിടെ നോക്കുമ്പോ 3-3:30 ആകുമ്പോഴേക്ക് എഴുന്നേൽക്കാം. ഇപ്പൊ 1 മണിക്കൂർ ലാഭം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ലാഭമുണ്ട്. സത്യമായിട്ടും സമയം നമ്മെ കാത്തിരിക്കില്ല. സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടിയത്. ഖുർആനിന്റെ ആശയം കേൾക്കാനാണോ പൂതി? ഞാനതിന് റെഡിയല്ല. ഖുർആന്റെ തജ്വീദ് പഠിക്കാൻ വേണ്ടിയാണോ പൂതി? അതിനും ഞാൻ റെഡിയാണ്. ഖുർആന്റെ ഗ്രാമർ പഠിക്കണം എന്നാണോ നിങ്ങൾക്ക് പൂതി? അതിനും ഞാൻ റെഡിയാട്ടോ. ഖുർആൻ ഹിഫ്ളാക്കണം എന്നാണോ നിങ്ങൾക്ക് പൂതി? അതിനും ഞാൻ റെഡിയാട്ടോ. ഒരു വർത്താളൊക്കെ ഒരുമിച്ച് കൂട്ടിയാൽ ഏത് ഓണം കയറാൻ മൂലയിലും ഞങ്ങൾ കൊണ്ടുകാട്ടിയത് ഇടയ്ക്ക് ഒരു വയ്യ. ഞാൻ ഇവിടെ വന്ന് നോക്കിയിരുന്നു. ഇത് നമ്മളെ മോളെ കൂടെ പോകുന്ന തീവണ്ടില്ലേ, എന്തെങ്കിലും പേര്, അത് 3 നില അടിയിലുണ്ട്. എനിക്ക് മോളിലൊക്കെ ഇറങ്ങിയ താഴത്ത് എനിക്ക് തിരിയില്ലല്ലോ. എന്തിനും റെഡിയാകുന്നു എന്ന് നിങ്ങൾക്ക് വാക്ക് തന്നുകൊണ്ടാണ്. റബ്ബിന്റെ മുമ്പിലെത്തുമ്പോ സൂറത്ത് യാസീൻ എനിക്ക് അർത്ഥസഹിതം കാണാതെ അറിയാം റബ്ബേ. സൂറത്തു ലുഖ്മാനും സൂറത്തു സജദയും സൂറത്തു കഹ്ഫും ഇങ്ങനെ ഒരുപാട് സൂറത്തുകൾ എനിക്കറിയാം റബ്ബേ. എന്ന് റബ്ബിന്റെ മുമ്പിൽ പറയാൻ പറ്റിയ രൂപത്തിൽ, അതോടൊപ്പം തങ്ങളുടെ മക്കൾക്കും നമ്മുടെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ പകർന്നു കൊടുക്കാൻ പറ്റിയ രൂപത്തിൽ അതൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ട്, എന്നിലുണ്ട്, എൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് അവർക്കും ഉയരാൻ സാധിക്കുമാറാവട്ടെ. അതിന് റബ്ബ് നമുക്ക് അവർക്കും മനസ്സും അതിനുള്ള തൗഫീഖും പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ അഹ്യിനാ അലൽ കിതാബി വസന വഅമിത്നാ മഅൽ ഈമാനി വത്തഖ്വ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലില്ലാഹിൽ ഹംദു വൽ മിന്ന. വീണ്ടും എപ്പോഴെങ്കിലും കാണാം എന്ന പ്രതീക്ഷയോടുകൂടി ഇതുവരെ കേട്ടതിന് എൻ്റെ വകയായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിക്കുന്നു.